അറഫ ദിവസത്തെ അറഫ എന്ന സ്ഥലത്തെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്നും പറയുന്നുണ്ടല്ലോ. ശരിയാണോ അത്? ഹജ്ജിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന ഇതുപോലെ വേറെ ഏതെല്ലാം അമലുകളും സ്ഥലങ്ങളും ഉണ്ട്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അറഫ നൃത്തം അത് ഹജ്ജാണ്. അതില്ലെങ്കിൽ ഹജ്ജില്ല. അത് ബാത്തിലായാൽ ഹജ്ജ് ബാത്തിലായി. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. 10 ലക്ഷം ആൾ ഹജ്ജിന് പോകുന്നുണ്ടെന്ന് ഒരു ഉദാഹരണമാണ്. ഈ 10 ലക്ഷം ആളും ഒരേ സ്ഥലത്ത് ഒരേ വസ്ത്രത്തിൽ ഒറ്റ പ്രാർത്ഥന. അള്ളാഹുവിന് ഇതിലേറെ ഇഷ്ടപ്പെടാൻ വേറെ എന്താണുള്ളത്? അതുകൊണ്ട് അതിൽ ഒരു സെക്കൻഡ് നിന്നിട്ട് ഉള്ളുരുകി ആ സമയത്ത് അള്ളാഹിനോട് പറയുക എന്നതൊരു വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ആ ദുആക്ക് സ്വീകാര്യതയുണ്ട്, ആ ദുആ സ്വീകരിക്കുമെന്നതാണ്. പിന്നെ മക്കയല്ലേ, മഖാം ഇബ്രാഹിമിൻ്റെ ഭാഗത്ത്, കഅബയുടെ കില്ലയുടെ ചാരത്ത്, ഹജറുൽ അസ്വദിലേക്ക് നോക്കി നിന്ന്, മത്തോഫിൽ, സഫാ മർവയുടെ സായിനിടയിൽ, അങ്ങനെ ദുആ സ്വീകരിക്കപ്പെടുന്ന 100 കണക്കിന് സ്ഥലങ്ങളുണ്ട് മക്കത്ത്. മുഴുവനും ഇജാബത്തിൻ്റെ സ്ഥലങ്ങൾ. അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് തരട്ടെ. പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ.